നിക്ഷേപം നടത്താൻ ഏറ്റവും മികച്ച മേഖല ഏതാണെന്ന് ചോദിച്ചാൽ അത് ബിസിനസ് ആണെന്ന് നിസ്സംശയം പറയുന്നു നമ്മുടെ ക്രിക്കറ്റിലെ ചില താരങ്ങൾ. ഒരിക്കൽ ക്രീസിൽ ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും മിന്നുന്ന പ്രകടനം തീർത്തവർ ഇന്ന് സംരംഭകത്വത്തിന്റെ പാതയിലാണ്. നമുക്ക് നോക്കാം ബിസിനസ്സിൽ നിക്ഷേപം നടത്തി വമ്പിച്ച വരുമാനം നേടുന്ന ആ ക്രിക്കറ്റ് താരങ്ങൾ ആരൊക്കെയാണെന്ന്. ഗെയിമിംഗ് പ്ലാറ്റ്ഫോമുകൾ മുതൽ ഫിറ്റ്നസ് ബ്രാൻഡുകൾ വരെ നീളുന്നു ഇന്ത്യൻ ക്രിക്കറ്റർമാരുടെ നിക്ഷേപ കഥകൾ. ഇന്ത്യൻ ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കർ ആണ് സംരംഭകത്വത്തിൽ മുന്നിലെന്ന് പറയാം. ഒന്നല്ല അനേകം സംരംഭങ്ങളിലാണ് സച്ചിൻ നിക്ഷേപം നടത്തിയിരിക്കുന്നത്. SRT സ്പോർട്സ് മാനേജ്മെന്റ്, സ്പോർട്സ് എന്റർടൈൻമെന്റ് ആൻഡ് ഗെയിമിംഗ് ആർക്കേഡ് ആയ സ്മാഷ്, ടെണ്ടുൽക്കേഴ്സ് റെസ്റ്റോറന്റ്, ബ്ലൂ അപ്പാരൽ, IoT കമ്പനിയായ സ്മാർട്ട്രോൺ, ജെറ്റ് സിന്തസിസ് എന്നിങ്ങനെ പോകുന്നു സച്ചിന്റെ ബിസിനസ് നിക്ഷേപങ്ങൾ. ക്യാപ്റ്റൻ കൂൾ ധോണിക്ക് ഇഷ്ടം കായിക മേഖലകളിൽ നിക്ഷേപിക്കാനാണ്. 7 എന്ന സ്പോർട്സ് ലൈഫ് സ്റ്റൈൽ ബ്രാൻഡാണ് ധോണിയുടെ പ്രധാന നിക്ഷേപ മേഖല. ഇതുകൂടാതെ ധോണി എന്റർടൈൻമെന്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പ്രൊഡക്ഷൻ ഹൌസുമുണ്ട്. ഫിൻടെക് സ്റ്റാർട്ടപ്പായ കഥാബുക്ക്, ഡ്രോൺ സ്റ്റാർട്ടപ്പ് ഗരുഡ എയറോസ്പേസ് എന്നിവയിലും ധോണിക്ക് നിക്ഷേപമുണ്ട്. വിരാട് കോഹ്ലിയുടെ താല്പര്യം പൂർണ്ണമായും സ്പോർട്സിലും ഫിറ്റ്നസിലുമാണ്. പൂമയുമായി സഹകരിച്ച് ലൈഫ് സ്റ്റൈൽ ബ്രാൻഡായ OneNight, യൂണിവേഴ്സൽ സ്പോർട്സ് ബിസിനസ്സുമായി സഹ ഉടമസ്ഥതയിലുള്ള ഫാഷൻ ലേബിൾ ബ്രോഗൺ, ജിമ്മുകളുടെയും ഫിറ്റ്നസ് സെന്ററുകളുടെയും ശൃംഖലയായ ചിസൽ എന്നിവയെല്ലാം വിരാട് നിക്ഷേപം നടത്തിയവയാണ്. ഇവരിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് ദാദ. സൗരവ് ഗാംഗുലി എന്ന ദാദയ്ക്ക് കൂടുതൽ താല്പര്യം ചാരിറ്റി പ്രവർത്തനങ്ങളോടാണ്. അതിന്റെ ഭാഗമായാണ് ചാരിറ്റി, യുവജന വികസനം എന്നിവ ലക്ഷ്യമാക്കി സൗരവ് ഗാംഗുലി ഫൗണ്ടേഷൻ പ്രവർത്തിക്കുന്നത്. ഇതിനു പുറമെ എഡ്ടെക് സ്റ്റാർട്ടപ്പായ ക്ലാസ് പ്ലസ്, ഫുഡ് ഡെലിവറി സ്റ്റാർട്ടപ്പ് ജസ്റ്റ് മൈ റൂട്ട്സ് എന്നിവയിലും ദാദ നിക്ഷേപം നടത്തിയിരിക്കുന്നു. യുവരാജ് സിംഗ് നിക്ഷേപം നടത്തിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ സ്വന്തം വെഞ്ചർ ക്യാപിറ്റലായ യുവികാൻ വെഞ്ചേഴ്സിലാണ്. ഇതിനു പുറമെ ഹെൽത്ത് ടെക് സ്ഥാപനമായ ഫെൽഷ്യൻസ്, എഡ്ടെക് സ്ഥാപനമായ എഡ്യൂകാർട്ട്, ലോജിസ്റ്റിക് സ്ഥാപനമായ മൂവോ എന്നിവയിലും യുവി നിക്ഷേപം നടത്തിയിട്ടുണ്ട്.